ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ ദേവസ്വം ബോർഡ് സീരീസ് നമ്മുടെ ക്ലാസ്സിലേക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LDCയുടെ എക്സാമിൻ്റെ ഡേറ്റകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ കാണുന്നുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യങ്ങളെ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, വാവർ നട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എരുമേലിയിലാണ് വാവർ നട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വാവർ എല്ലാവർക്കും അറിയാം, ശബരിമല അയ്യപ്പൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു വാവർ. അപ്പോൾ വാവർ നട എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് എരുമേലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അടുത്ത് രണ്ടാമത്തെ ചോദ്യം, നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? അഷ്ടദിക്പാലകന്മാരും സൂര്യനുമാണ്. അപ്പോൾ നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ്? അഷ്ടദിക്പാലകന്മാർ, സൂര്യൻ. മനസ്സിലായല്ലോ. അപ്പോൾ നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതെല്ലാമാണ്ട? അഷ്ടദിക്പാലകന്മാരും സൂര്യൻ. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ഉടലെടുത്ത തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ ഏതെല്ലാം തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് കേരളത്തിൽ ഉടലെടുത്തത്? ഏതൊക്കെയാണ്? തന്ത്രപദ്ധതി, പ്രയോഗസാരം, ശാസ്ത്രസമുച്ചയം, യോഗമഞ്ജരി, വിഷ്ണു സംഹിത, പ്രപഞ്ചസാരം, രഹസ്യഗോപാല ചിന്താമണി. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉടലെടുത്ത തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? തന്ത്രപദ്ധതി, പ്രയോഗസാരം, ശാസ്ത്രസമുച്ചയം, പ്രയോഗമഞ്ജരി, വിഷ്ണു സംഹിത, പ്രപഞ്ചസാരം, രഹസ്യഗോപാല ചിന്താമണി. അപ്പോൾ ഒന്നുകൂടി പറയാം, മൂന്നാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ഉടലെടുത്ത തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? തന്ത്രപദ്ധതി, പ്രയോഗസാരം, ശാസ്ത്രസമുച്ചയം, പ്രയോഗമഞ്ജരി, വിഷ്ണു സംഹിത, പ്രപഞ്ചസാരം, രഹസ്യഗോപാല ചിന്താമണി. അടുത്ത നാലാമത്തെ ചോദ്യമാണ്, പ്രദക്ഷിണം ചെയ്യേണ്ടത് ദേവൻ്റെ ഏത് വശത്ത് കൂടി ആയിരിക്കണം? ഏത് വശത്ത് കൂടി ആയിരിക്കണം? വലതുവശത്ത് കൂടി ആയിരിക്കണം. അപ്പോൾ പ്രദക്ഷിണം ചെയ്യേണ്ടത് ദേവൻ്റെ ഏത് വശത്ത് കൂടി ആയിരിക്കണം? വലതുവശത്ത് കൂടി ആയിരിക്കണം പ്രദക്ഷിണം ചെയ്യേണ്ടത്. ആരുടെ? ദേവൻ്റെ വലതുവശത്ത് കൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പ്രദക്ഷിണം ചെയ്യേണ്ടത്. ഓക്കെ. അടുത്ത് അഞ്ചാമത്തെ ചോദ്യമാണ്, ഓം ശ്രീ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെ വലിപ്പം എത്ര അടിയാണ്? 1108 അടിയാണ്. അപ്പോൾ ഓം ശ്രീ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെ വലിപ്പം എത്രയാണ്? 1108 അടി ഉയരം വലിപ്പമാണ് ഉള്ളത്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യമാണ്, ഓം ശ്രീ കോടിലിംഗേശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെ വലിപ്പം എത്രയാണ്? 1108 അടിയാണ്. അടുത്ത ആറാമത്തെ ചോദ്യമാണ്, കുങ്കുമം തൊടേണ്ട വിരൽ ഏത് വിരലാണ്? നടുവിരൽ കൊണ്ടാണ് കുങ്കുമം തൊടേണ്ടത്. അപ്പോൾ കുങ്കുമം തൊടേണ്ടത് ഏത് വിരൽ കൊണ്ടാണ്? നടുവിരൽ കൊണ്ടാണ് കുങ്കുമം തൊടേണ്ടത്. അടുത്ത് ചന്ദനം തൊടേണ്ടത്, ഏഴാമത്തെ ചോദ്യമാണ്, ചന്ദനം തൊടേണ്ടത് ഏത് വിരൽ കൊണ്ടാണ്? അത് മോതിര വിരൽ കൊണ്ടാണ് ചന്ദനം തൊടേണ്ടത്. അപ്പോൾ ചന്ദനം തൊടേണ്ടത് ഏത് വിരൽ കൊണ്ടാണ്? മോതിര വിരൽ കൊണ്ടാണ് ചന്ദനം തൊടേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ എട്ടാമത്തെ ചോദ്യമാണ്, അയ്യപ്പന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏത്? നെയ്യഭിഷേകമാണ്. നമ്മൾ നെയ്യഭിഷേക പ്രിയനാണ് അയ്യപ്പൻ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എട്ടാമത്തെ ചോദ്യം, അയ്യപ്പന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതാണ്? നമ്മുടെ നെയ്യഭിഷേകമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാവും. അടുത്ത് ഒൻപതാമത്തെ ചോദ്യമാണ്, ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്താണ്? സർവാഭീഷ്ട സിദ്ധി കൈവരുന്നു. അപ്പോൾ ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഫലം എന്താണ്? സർവാഭീഷ്ട സിദ്ധി കൈവരുന്നു എന്നാണ് പറയുന്നത്, ഭദ്ര എന്ന് പറയുന്ന ഭൂമിയിലാണെങ്കിൽ. അടുത്ത പത്താമത്തെ ചോദ്യമാണ്, തിരുമുറ്റത്തെ പ്രദക്ഷിണം അകത്തെ ബലിവട്ടത്തേക്കാൾ എത്ര ഇരട്ടി ഗുണമാണ് ഉണ്ടാകുന്നത്? എത്ര ഇരട്ടി ഗുണമാണ്? 5 ഇരട്ടി ഗുണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ തിരുമുറ്റത്തെ പ്രദക്ഷിണം അകത്തെ ബലിവട്ടത്തേക്കാൾ എത്ര ഇരട്ടി ഗുണം ഉണ്ടാകുന്നു? എത്ര ഇരട്ടിയാണ്? 5 ഇരട്ടി ഗുണമാണ് ഉണ്ടാകുന്നത്. അടുത്ത 11ാമത്തെ ചോദ്യമാണ്,
പടഹാദി ഉത്സവത്തിന് പേരുകേട്ട പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? പെരുവനം ക്ഷേത്രവും ആറാട്ടുപുഴ ക്ഷേത്രവും. അപ്പോൾ പടഹാദി ഉത്സവത്തിന് പേരുകേട്ട പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? പെരുവനം ക്ഷേത്രവും ആറാട്ടുപുഴ ക്ഷേത്രവും. അപ്പോൾ പടഹാദി ഉത്സവത്തിന് പേരുകേട്ട പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? പെരുവനവും ആറാട്ടുപുഴ ക്ഷേത്രവും. അടുത്ത 12ാമത്തെ ചോദ്യമാണ്, ഹിമാലയത്തിലെ പ്രസിദ്ധ ഹിന്ദു ക്ഷേത്രം. എല്ലാവർക്കും അറിയാം അതേതാണ്, നമ്മുടെ ബദ്രീനാഥാണ്. അപ്പോൾ ഹിമാലയത്തിലെ ഒരു പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രം ഏതാണ്? നമ്മുടെ ബദ്രീനാഥാണ്. എല്ലാവർക്കും ഫോട്ടോയെ കണ്ടിട്ടുണ്ട്, ചിലർ പോയിട്ടും കാണും. അപ്പോൾ ബദ്രീനാഥാണ് എന്ത്? ഹിമാലയത്തിലെ പ്രസിദ്ധമായ ഒരു ഹിന്ദു ക്ഷേത്രം. അടുത്ത് 13ാമത്തെ ചോദ്യമാണ്, വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നത് എവിടെയാണ്? അത് അലഹബാദിലാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നത് എവിടെയാണ്ടാ? അലഹബാദിലാണ് വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നത്. അപ്പോൾ വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നത് എവിടെയാണ്? അത് അലഹാബാദിലാണ്. 14ാമത്തെ ചോദ്യം, പാണ്ഡ്യ രാജാവ് നിർമ്മിച്ച ക്ഷേത്രം ഏത്? അത് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ പാണ്ഡ്യ രാജാവ് നിർമ്മിച്ച ക്ഷേത്രം ഏതാണത്? കേരളത്തിലെ നമ്മുടെ വർക്കലയിലെ ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ് പാണ്ഡ്യ രാജാവ് നിർമ്മിച്ച ക്ഷേത്രമെന്ന് പറയുന്നത്. അടുത്ത 15ാമത്തെ ചോദ്യമാണ്, കൈലാസ ക്ഷേത്രം എവിടെയാണ്? അത് എല്ലോറയിലാണ്. അപ്പോൾ കൈലാസ ക്ഷേത്രം എവിടെയാണ്? എല്ലോറയിലാണ് കൈലാസ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൈലാസ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? എല്ലോറയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത 16ാമത്തെ ചോദ്യമാണ്, നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം ഏത്? അത് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. അപ്പോൾ നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? അത് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. അപ്പോൾ നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? അത് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. അടുത്ത് 17ാമത്തെ ചോദ്യമാണ്, വിഷ്ണുവിൻ്റെയും ദേവിയുടെയും പ്രദക്ഷിണ സംഖ്യ എത്രയാണ്? 4 ആണ്. അപ്പോൾ വിഷ്ണുവിൻ്റെയും ദേവിയുടെയും പ്രദക്ഷിണ സംഖ്യ എത്രയാണ്? അത് 4 ആണ്. എത്രയാണ്? 4 ആണ്. അടുത്ത് 18ാമത്തെ ചോദ്യം, വൈഷ്ണവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം ഏതാണ്? അത് കുങ്കുമമാണ്. അപ്പോൾ വൈഷ്ണവമായതിനെ കുറിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന തിലകം ഏതാണ്? അത് കുങ്കുമമാണ്. അപ്പോൾ വൈഷ്ണവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം ഏതാണ്ടാ? അത് കുങ്കുമമാണ്. അടുത്ത് 19ാമത്തെ ചോദ്യമാണ്, 5ആയി തരംതിരിച്ചിരിക്കുന്ന ഗോപുരങ്ങൾക്ക് പറയുന്ന പേരുകൾ ഏതൊക്കെയാണ്? ദ്വാരശോഭ, ദ്വാരശാല, ദ്വാരപ്രസാദം, ദ്വാരഹർമ്മ്യം, ദ്വാരഗോപുരം. അപ്പോൾ നമ്മൾ 5ആയി തരംതിരിച്ചിരിക്കുന്ന ഗോപുരങ്ങൾക്ക് പറയുന്ന പേരുകൾ ഏതൊക്കെയാണ്? ദ്വാരശോഭ, ദ്വാരശാല, ദ്വാരപ്രസാദം, ദ്വാരഹർമ്മ്യം, ദ്വാരഗോപുരം. മനസ്സിലായല്ലോ? അപ്പോൾ 5ആയി ഗോപുരങ്ങളെ തരംതിരിച്ചിരിക്കുന്നു. അവയ്ക്ക് വരുന്ന പറയുന്ന പേരുകൾ ഏതൊക്കെയാണ്? ദ്വാരശോഭ, ദ്വാരശാല, ദ്വാരപ്രസാദം, ദ്വാരഹർമ്മ്യം, ദ്വാരഗോപുരം. അടുത്ത് 20ാമത്തെ ചോദ്യമാണ്, പൂർണ്ണ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ത്? എന്ത് ഗുണമാണ് പൂർണ്ണ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം? എന്താണ്? ധനധന്യാദികളുടെ വർധനവ് ഉണ്ടാവും. അപ്പോൾ പൂർണ്ണ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്താണ്? ധനധന്യാദികളുടെ വർധനവ് ഉണ്ടാവും. മനസ്സിലായല്ലോ? അടുത്ത് 21ാമത്തെ ചോദ്യമാണ്, പഞ്ചഗവ്യം സേവിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പാപനാശം, ആത്മശുദ്ധി, ജന്മനാശം, മോക്ഷം. അപ്പോൾ പഞ്ചഗവ്യം സേവിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളുടെ ഗുണങ്ങൾ ഏതെല്ലാമാണ്? പാപനാശം, ആത്മശുദ്ധി, ജന്മനാശം, മോക്ഷം. ഇതാണ് പഞ്ചഗവ്യം സേവിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്. ഒരു പാല് ചേർത്ത മിശ്രിതത്തെയാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോയിൽ പറഞ്ഞതാണ്. അടുത്ത് 22ാമത്തെ ചോദ്യമാണ്, തേരോട്ടം പ്രധാനമായ ക്ഷേത്രം ഏതാണ്? അത് ശുചീന്ദ്രമാണ്. ഇപ്പോൾ നമ്മുടെ തേരോട്ടം പ്രധാനമായ അല്ലെങ്കിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? അത് ശുചീന്ദ്രം ക്ഷേത്രമാണ്.
അപ്പോൾ തേരോട്ടം പ്രധാനമായ അല്ലെങ്കിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? അത് ശുചീന്ദ്രമാണ്. അടുത്ത് 23ാമത്തെ ചോദ്യമാണ് കൂടൽ മാണിക്യ ക്ഷേത്രം എവിടെയാണ്? അത് ഇരിങ്ങാലക്കുടയാണ്. അപ്പോൾ കൂടൽ മാണിക്യ ക്ഷേത്രം എവിടെയാണത്? ഇരിങ്ങാലക്കുടയിലാണ് കൂടൽ മാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് 24ാമത്തെ ചോദ്യമാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, എങ്കിലേ എന്ത് ചെയ്യുള്ളൂ നമുക്കത് കവർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവും, കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ. അടുത്ത് 24ാമത്തെ ചോദ്യമാണ് യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ഉള്ളത്? എന്തിനാണ്? ബിംബത്തിനാണ് ഉള്ളത്. അപ്പോൾ യജ്ഞസമ്പ്രദായത്തിലെ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണുള്ളത്? ബിംബത്തിനാണ് ഉള്ളത്. ചോദ്യം ഒന്നുകൂടി വായിക്കാം. യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണുള്ളത്? ബിംബത്തിനാണ് ഉള്ളത്. അടുത്ത 25ാമത്തെ ചോദ്യമാണ് നാഗരാജ ക്ഷേത്രം ഏതാണ്? നമുക്കറിയാം, നമ്മൾ പറയുന്നതാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. അപ്പോൾ നാഗരാജ ക്ഷേത്രം ഏതാണ്? മണ്ണാറശാലയിലെ ശ്രീ നാഗരാജ ക്ഷേത്രമാണ്. അടുത്ത് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം ഏതാണ്? പനച്ചിക്കാടാണ്. അപ്പോൾ പനച്ചിക്കാടിലാണ് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എവിടെയാണ്? പനച്ചിക്കാടാണ്. ഓക്കെ. അടുത്ത് നമ്മുടെ ഇത് കറക്റ്റാണോ എന്നറിയില്ല. മൂരശർ ഭരണം നടത്തിയ ക്ഷേത്രം ഏതാണ്? നമ്മുടെ കന്യാകുമാരിയാണ്. മൂവരശർ അങ്ങനെയാണ്. അപ്പോൾ മൂവരശർ ഭരണം നടത്തിയ ക്ഷേത്രം ഏതാണ്? അത് കന്യാകുമാരിയാണ്. അപ്പോൾ മൂവരശർ ഭരണം നടത്തിയ ക്ഷേത്രം ഏതാണ്? അത് കന്യാകുമാരിയാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ മൂവരശർ ഭരണം നടത്തിയ ക്ഷേത്രം ഏതാണ്? അത് കന്യാകുമാരിയാണ്. അടുത്ത 28ാമത്തെ ചോദ്യമാണ് പ്രധാന അവതാരങ്ങൾ ഏതൊക്കെയാണ്? കറക്റ്റായിട്ട് അറിയാമോ? ഒന്ന് നോക്കാം. അപ്പോൾ പ്രധാന അവതാരങ്ങളാണ് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. അപ്പോൾ നമ്മുടെ പ്രധാന അവതാരങ്ങളാണ് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഓക്കെ. അടുത്ത് 29ാമത്തെ ചോദ്യമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലമെന്ത്? എന്ത് ഫലമാണ്? മോക്ഷമാണ് തരുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ്? മോക്ഷമാണ് തരുന്നത്. പറയാൻ മറന്നുപോയി. ഇനിയിപ്പോൾ നമ്മുടെ 28ാമത്തെ ചോദ്യത്തിന് താഴെ കമൻ്റ് വരും 10 അവതാരമല്ലേ എന്ന് പറഞ്ഞ്. ഞാൻ നോർമലി ഇതിൽ 9 അവതാരമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം പോവാം. ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ്? അത് മോക്ഷമാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ്? അത് മോക്ഷമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ് ക്ഷേത്രത്തിൻ്റെ 4 ദിക്കുകളിലും ഗോപുരമുള്ളതിന് പറയുന്ന പേരെന്ത്? സ്വസ്തികമെന്നാണ്. അപ്പോൾ ക്ഷേത്രത്തിന് 4 ദിക്കുകളിലും ഗോപുരമുള്ളതിനെ പറയുന്ന പേരെന്താണ്? അതിനെ സ്വസ്തികമെന്നാണ് പറയുന്നത്. അപ്പോൾ 30 ചോദ്യങ്ങളായി. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ റിവൈസ് ചെയ്തിട്ട് ഈ 30 ചോദ്യം നമ്മൾ ഒന്നുകൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ 1ാമത്തെ ചോദ്യമാണ് വാവർ നട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് എരുമേലിയിലാണ്. നവതാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ ഏതൊക്കെ? അഷ്ടദിക്പാലകന്മാരും സൂര്യനെയും. കേരളത്തിൽ ഉടലെടുത്ത തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? തന്ത്രപദ്ധതി, പ്രയോഗസാരം, ശാസ്ത്രസമുച്ചയം, പ്രയോഗമഞ്ജരി, വിഷ്ണു സംഹിത, പ്രപഞ്ചസാരം, രഹസ്യഗോപാല ചിന്താമണി. പ്രദക്ഷിണം ചെയ്യേണ്ടത് ദേവൻ്റെ ഏത് വശത്ത് കൂടിയായിരിക്കണം? വലത് വശത്ത് കൂടി. ഓം ശ്രീ കോടിലിംഗേശ്വര ക്ഷേത്രത്തിൻ്റെ ശിവലിംഗത്തിൻ്റെ വലിപ്പം എത്രയാണ്? 1108 അടിയാണ്. കുങ്കുമം തൊടേണ്ട വിരൽ ഏതാണ്? നടുവിരലാണ്. ചന്ദനം തൊടേണ്ട വിരൽ ഏതാണ്? അത് മോതിര വിരലാണ്. അയ്യപ്പൻ ഉപയോഗിക്കുന്ന അഭിഷേകം ഏത്? അത് നെയ്യാണ്. ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഫലമെന്ത്? സർവാഭിഷ്ട സിദ്ധി കൈവരുന്നു. തിരുമുറ്റത്തെ പ്രദക്ഷിണം അകത്തെ ബലിവട്ടത്തേക്കാൾ എത്ര ഇരട്ടി ഗുണം ഉണ്ടാക്കുന്നു? 5 ഇരട്ടി ഗുണം ഉണ്ടാക്കുന്നു. പടഹാദി ഉത്സവത്തിന് പേരുകേട്ട പ്രസിദ്ധമായ 2 ക്ഷേത്രങ്ങൾ പെരുവനവും ആറാട്ടുപുഴയും. ഹിമാലയത്തിലെ പ്രസിദ്ധ ഹിന്ദു ക്ഷേത്രം ബദരീനാഥാണ്. വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നത് എവിടെയാണ്? അലഹബാദിലാണ്. പാണ്ഡ്യരാജാവ് നിർമ്മിച്ച ക്ഷേത്രം
വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രമാണ്. കൈലാസ ക്ഷേത്രം എവിടെയാണ്? എല്ലോറയിലാണ്. നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം അത് തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. വിഷ്ണുവിൻ്റെയും ദേവിയുടെയും പ്രദക്ഷിണ സംഖ്യ 4. വൈഷ്ണവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകം അത് കുങ്കുമമാണ്. 5 തരംതിരിച്ചിരിക്കുന്ന ഗോപുരങ്ങൾക്ക് പറയുന്ന പേരുകൾ: ദ്വാരശോഭ, ദ്വാരശാല, ദ്വാരപ്രസാദം, ദ്വാരഹർമ്മ്യം, ദ്വാരഗോപുരം. പൂർണ്ണ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം: ധനധാന്യാദികളുടെ വർധനവ്. പഞ്ചഗവ്യം സേവിച്ചാലുണ്ടാകുന്ന ഗുണം: പാപനാശം, ആത്മശുദ്ധി, ജന്മനാശം, മോക്ഷം ഇവ ഉണ്ടാകുന്നു. തേരോട്ടം പ്രധാനമായ ക്ഷേത്രം ശുചീന്ദ്രമാണ്. കൂടൽമാണിക്യ ക്ഷേത്രം എവിടെയാണ്? അത് ഇരിങ്ങാലക്കുടയാണ്. യജ്ഞസമ്പ്രദായത്തിൽ അഗ്നിയുടെ സ്ഥാനം ക്ഷേത്ര സംവിധാനത്തിൽ എന്തിനാണ് ഉള്ളത്? ബിംബത്തിനാണ് ഉള്ളത്. നാഗരാജ ക്ഷേത്രം അത് മണ്ണാറശാല നാഗരാജ ക്ഷേത്രമാണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം അത് പനച്ചിക്കാട് ക്ഷേത്രമാണ്. മൂവരശർ ഭരണം നടത്തിയ ക്ഷേത്രം അത് കന്യാകുമാരിയാണ്. പ്രധാന അവതാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലമെന്ത്? ഏതാണ്? അത് മോക്ഷം കിട്ടുന്നു. ക്ഷേത്രത്തിന് 4 ദിക്കുകളിലും ഗോപുരമുള്ളതിനെ പറയുന്ന പേര് എന്തെന്ന് പറയുന്നു? അതിനെ നമ്മൾ സ്വസ്തികമെന്ന് പറയുന്നു. അപ്പോൾ ഇത് നമ്മുടെ 30 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എന്ത് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.